എന്റെ കയ്യിലിരിക്കുന്ന ഈ ഐറ്റം കണ്ടല്ലോ, നല്ല അടിപൊളി ഒരു മിഠായിയാണ്. പണ്ട് ഗൾഫുകാരൊക്കെ കൊണ്ടുവന്ന് ഇത് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ നാട്ടിലൊക്കെ ഒരുപാട് ഇത് കിട്ടുന്നുണ്ട്, എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് കിട്ടുന്നുണ്ട്. ഇത് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. വെറും 3 ചേരുവകൾ വെച്ചാണ് ഇത് ഉണ്ടാക്കിയത്. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മിഠായിക്ക് ആവശ്യമായ 3 ചേരുവകൾ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. ഇത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്. അതിനോടൊപ്പം തന്നെ മിൽക്ക് മെയ്ഡ്, ചോക്ലേറ്റ്, ഇത്രയാണ് ഇതിനാവശ്യം. ആദ്യം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പൗഡറിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ നല്ല രീതിയിൽ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ചോക്ലേറ്റ്, ഇതാണ് ഇതിന്റെ മെയിൻ ഐറ്റം. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ചോക്ലേറ്റ് പീസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡബിൾ ബോയിലിങ്ങിന്റെ രീതി. ഇനി നമുക്കൊരു ലേശം പാൽ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ലൂസായി കിട്ടാനാണ്. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ചിരുന്ന കോക്കനട്ട് ഇവിടെ സെറ്റായിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് ഉരുളകളാക്കി എടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റിൽ മുക്കി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. നമുക്കൊന്ന് മുക്കിയെടുക്കാം. നമ്മുടെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് തന്നെയാണെങ്കിലും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക.